വെൽക്കം ടു എജുബി. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്, 1000 സീരീസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതായത് നമുക്ക് ഇനി വരുന്ന എക്സാമുകൾക്ക്, പ്രത്യേകിച്ച് റെയിൽവേ എക്സാമുകളുടെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സീരീസ് പോകുന്നത്. നമ്മൾ ഓൾറെഡി കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബിൽ പോയിട്ടുണ്ടെങ്കിലും ഇതിപ്പോൾ ഒരു സീരീസ് ആയിട്ട് പോവുകയാണ്. ഓക്കെ, മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ റെയിൽവേയുടെ NTPC എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഇപ്പൊ പലർക്കും ഈ ഒരു സോഴ്സ് പ്രോപ്പറായിട്ട് കിട്ടാറില്ല, എവിടെ നിന്ന് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊരു ഐഡിയ കിട്ടാറില്ല. അപ്പൊ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ്, ആ ഒരു ഡൗട്ടും അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ മാക്സിമം ചോദിച്ചിട്ടുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും നമ്മളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി നമ്മൾ ഈ 1000 സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഈ ഓരോ പാർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനകത്തുള്ള മാക്സിമം എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും ഈ ഒരു 1000 സീരീസിനകത്ത് കവർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു എക്സാമിന് പോകുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ പോലും കണ്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻ വരാത്ത രീതിയിൽ നമ്മളിത് കൊണ്ടുപോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ 1000 സീരീസ് എന്ന് പറയുമ്പോൾ ഞാൻ നോർമലി പറയുന്ന പോലെ തന്നെയാണ്, ഞാൻ എപ്പോഴും യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ പോകുമ്പോൾ പറയുന്ന കാര്യമാണ്, എപ്പോഴും നമ്മളൊരു ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് നിങ്ങൾക്ക് ലൈവ് ആണെങ്കിൽ നമ്മൾ ടൈം തരും, ടൈം തന്നാരും നമ്മൾ ചെയ്യാം. അപ്പം നിങ്ങൾ ഇപ്പോൾ എന്താ ചെയ്യുക കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ഓൾറെഡി ക്ലാസ് കണ്ടിട്ടുള്ളവരുണ്ടായിരിക്കാം, പഠിച്ചിട്ടുള്ളവരുണ്ടായിരിക്കാം, പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്നവരായിരിക്കാം. എങ്ങനെയാണെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളെ ആൻസർ ഡിസ്കഷൻ കേൾക്കുക. ഓക്കെ, അല്ലാണ്ട് ക്വസ്റ്റ്യനും ഞാൻ ഈ പറയുന്ന ഒരു ഫ്ലോയിൽ തന്നെ ക്വസ്റ്റ്യനും ആൻസറും കേട്ട് പോകുന്നതിനേക്കാൾ ബെറ്റർ എന്താണ്, എപ്പോഴും നമുക്ക് ആ ഒരു ആൻസർ പറഞ്ഞു പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഞാൻ ടൈം അങ്ങനെ തരത്തില്ല, നിങ്ങളായിട്ട് തന്നെ ചെയ്യുക, അതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: which two signs needed to be interchanged to make the following equation correct? നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, ആ ഇക്വേഷനിലെ ഏത് രണ്ട് സൈനുകൾ ഇന്റർചേഞ്ച് ചെയ്യുമ്പോഴാണ് ആ ഇക്വേഷൻ ബാലൻസ് ആവുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട് നമുക്ക്. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് SSC റെയിൽവേ എക്സാമിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന്റെ ഒരു പാർട്ടാണ് നമുക്ക് ഈ പറയുന്ന റെയിൽവേ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഇതിനകത്ത് ഈ ഒരു ഇക്വേഷൻ പ്രോപ്പർ ആയിരിക്കത്തില്ല. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നിങ്ങളുടെ പ്രോപ്പർ ആയിരിക്കത്തില്ല. അപ്പൊ ഈ ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇതിനകത്ത് ഏതൊക്കെ സൈനുകൾ ഇന്റർചേഞ്ച് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കിയേ, ജസ്റ്റ് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നോർമലി ചെയ്യുന്ന എന്താണ്, ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും അല്ലെ, എന്നിട്ട് ഡിവിഷൻ ചെയ്യും, എന്നിട്ടാണ് അഡീഷൻ സബ്ട്രാക്ഷൻ ചെയ്യുക. നിങ്ങൾ ഇതൊന്നും ചെയ്ത് നോക്കിയേ. 3 × 3 9. അപ്പൊ 3 + 9 - 3 ÷ 3 1 = 3 വരുമോ? ഇല്ല അല്ലെ. 9 3 12 1 പോയാൽ 11 വരുന്നത്. അപ്പൊ ഇക്വേഷൻ ബാലൻസ്ഡ് അല്ല അല്ലെ, ഇക്വേഷൻ ബാലൻസ്ഡ് അല്ല. അതുകൊണ്ടാണ് വരുന്നത് ചെയ്യുന്നത്, ഇതിനകത്ത് ഏത് സൈനുകൾ ഇന്റർചേഞ്ച് ചെയ്യുമ്പോഴാണ് ഇക്വേഷൻ ബാലൻസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാവും, സ്പീഡിൽ സൈനുകൾ ഇന്റർചേഞ്ച് നോക്കാം. നോർമലി ഡിഫറെന്റ് ആയുള്ള നമ്പേഴ്സ് ആണെങ്കിൽ ഡിവിഷൻ സൈൻ വെച്ച് നമുക്ക് നോക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഡിവിഷൻ സൈൻ വെച്ച് അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. പക്ഷെ ഒന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ ഇട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷൻ ഇന്റർചേഞ്ച് ചെയ്യാം. അപ്പം 3 + 3 ÷ 3 - 3 × 3 ഇങ്ങനെ ആയിരിക്കും ഇക്വേഷൻ മാറുക അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കാം, ആദ്യം 3 ÷ 3 ചെയ്യുക, 3 × 3 ചെയ്യുക. അപ്പൊ 3 + 1 - 3 × 3 9 എന്നാ വരാം. ഇതെന്തായാലും ആൻസർ എന്ത് വരില്ല, 3 വരില്ല, നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഇതല്ല, നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ അല്ല. സെക്കൻഡ് ഓപ്ഷൻ എടുത്ത് നോക്കുകയാണ്, പ്ലസും ഡിവിഷനും മാറ്റാൻ പറയുകയാണ്. അപ്പൊ നമുക്ക് 3 ÷ 3 × 3 - 3 + 3. ഓക്കെ, ഇതാണ് പ്ലസും ഡിവിഷനും സൈൻ ഇന്റർചേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ ഇന്റർചേഞ്ച് നോക്കി, ഇത് മൊത്തത്തിൽ ഒന്ന് ഒറ്റയ്ക്ക് നോക്കുക കേട്ടോ. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷൻ ചേർന്ന് വരുവാണെങ്കിൽ ഒറ്റ സെറ്റായിട്ട് അങ്ങ് ചെയ്യാം. 3 ÷ 3 3 ÷ 3 × 3 ദാ ഇങ്ങനെ എടുക്കുക. അപ്പം ഈ 3 യും 3 ക്യാൻസൽ ആവും, ബാക്കി എന്താ വരുന്നത്, 3 അല്ലേ. അപ്പോൾ 3 - 3 + 3 3 - 3 0 ആണ്, ബാക്കി എന്താ ഉള്ളത്, 3 ആണ്. നമ്മുടെ ആൻസർ എന്ത് വരും, 3 വരും. കണ്ടോ? അപ്പൊ ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അതായത് ഏത് സൈനുകളിന്റെ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, വേറെ ആൻസർ ഒന്നും വരത്തില്ല, ഒരെണ്ണം. ഓക്കെ, നോർമലി നമ്മൾ വേറെ നമ്പേഴ്സ് ആണെങ്കിൽ ഡിവിഷൻ വെച്ചുള്ള എലിമിനേഷൻ ഒക്കെ പറയായിരുന്നു. ഇവിടെ എല്ലാം 3 ആയതുകൊണ്ട്, നമ്പേഴ്സ് 3 ആയതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്ത് നോക്കിയാൽ നമുക്ക് ആൻസറിലേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, ചെയ്ത് നോക്കിയേ.
ഒരു സീരീസ് ആണ്. ഓക്കെ, ഒരു സീരീസ് ആണ്, ലെറ്റർ സീരീസ് ആണ്. ലെറ്റർ സീരീസിനെ കൊണ്ടാണ് ഞാൻ എന്താണ് ടേബിൾ ഇവിടെ വച്ചിരിക്കുന്നത്. നമുക്ക് ലെറ്റർ സീരീസിന്റെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ടേബിളിന്റെ സഹായത്തിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിച്ച് നോക്കുക, എന്നതിന് ശേഷം എക്സ്പ്ലനേഷൻ നോക്കുക. അപ്പോൾ ഇങ്ങനത്തെ സീരീസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോമ്പിനേഷൻ ഓഫ് ലെറ്റേഴ്സ് ആണ്. ചിലർ കോമ്പിനേഷൻ ചെക്ക് ചെയ്യാറുണ്ട്, അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ പോസ്റ്റ്, സിംഗിൾ അതേ ഒരേ പോസ്റ്റിൽ വരുന്ന ലെറ്റേഴ്സ് സിംഗിൾ ബൈ സിംഗിൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഒരേ പോസ്റ്റിൽ വരുന്ന ലെറ്റേഴ്സ്, ഇപ്പൊ ഫസ്റ്റ് പോസ്റ്റിൽ വരുന്ന ലെറ്റേഴ്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ABCDE അങ്ങനെയാ പോകുന്നത്. അപ്പൊ അടുത്ത് ഉറപ്പായിട്ട് എന്തായിരിക്കും? F ആയിരിക്കും. നിങ്ങൾ നോക്കുക, എല്ലാ ഓപ്ഷനും F-നാണ് കിടക്കുന്നത് ഫസ്റ്റ്, അല്ലെ? അടുത്ത് നിങ്ങൾ നോക്കുക, B കഴിഞ്ഞിട്ട് അടുത്ത സെക്കൻഡ് പോസ്റ്റിൽ BCDEF ഇങ്ങനെയാ പോരുന്നത്. അപ്പൊ നെക്സ്റ്റ് ഏതായിരിക്കും? G ആയിരിക്കും. കണ്ടോ, അത് അവിടെ നിന്ന് കിട്ടി കഴിഞ്ഞു. FG നിങ്ങൾ നോക്കുക, എല്ലാത്തിലും FG എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് ലെറ്റർ വെച്ചാണ് ആൻസറിലേക്ക് പോവാ. നോക്കാം, FGHIJ അതും ആൽഫബറ്റിൽ ഓർഡർ തന്നെയാണ് എഴുതിക്കുന്നത്, അല്ലെ? I J കഴിഞ്ഞാൽ ആരാ അടുത്ത് വരേണ്ടത്? K ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും? FGK ആയിരിക്കും. ഓക്കെ, ആൻസർ ആയി കഴിഞ്ഞു. ഓപ്ഷൻ എലിമിനേറ്റ് ആണ്. നിങ്ങൾ നോക്കുമ്പോൾ ആദ്യത്തെ രണ്ട് ലെറ്റേഴ്സ് എല്ലാം സെയിം ആയിട്ട് വന്ന സ്ഥിതിക്ക് ലാസ്റ്റ് പൊസിഷൻ മാത്രം നിങ്ങൾ നോക്കിയാലും മതി. ലാസ്റ്റ് വൺ മാത്രം നിങ്ങൾ നോക്കിയാൽ എലിമിനേറ്റഡ് ആൻസറിലേക്ക് ആദ്യമേ പോകാൻ സാധിക്കും. ഞാനൊരു ഓർഡറിൽ പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കേണ്ടതേ ഉള്ളൂ, ഒരേ പോസ്റ്റിൽ വരുന്ന ലെറ്റേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുക. ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ഉണ്ടായിരിക്കും. ടേബിളിന്റെ ആവശ്യമില്ല, കാരണം ലെറ്റേഴ്സ് ഒക്കെ നമുക്ക് പറഞ്ഞു നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എല്ലാ ലെറ്റേഴ്സും +1 പോസ്റ്റിലാണ് പോകുന്നത്. എല്ലാ പോസ്റ്റിലെ ലെറ്റേഴ്സും +1 തന്നെയാണ് പോയിരിക്കുന്നത്, അല്ലെ? പെട്ടെന്ന് ആൻസറിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ് നമ്മൾ. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ തന്നെ മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതും അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, വലിയ പാടൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു കോഡിംഗ് ടൈപ്പ് പോലെ, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് കോഡിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ പറയുന്നത് ഇഫ് ഇൻഡു മീൻസ് പ്ലസ്, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ സൈൻ മീൻസ് അഡീഷൻ പ്ലസ് അഡീഷൻ. ഓക്കെ, ഡിവിഷൻ മീൻസ് സബ്ട്രാക്ഷൻ അല്ലെങ്കിൽ മൈനസ്, addition means multiplication and minus means division, then what will be the value of the following expression? And താഴെ ഓപ്ഷൻ ആൻസർ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, വേറെ ഒന്നുമില്ല, കോഡിംഗ് ആണ്. ഓക്കെ, ഓരോ സൈനിന് വരെ മറ്റൊരു ഓപ്പറേഷൻ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇക്വേഷനകത്ത് കോഡുകളായിരിക്കും തന്നിട്ടുണ്ടാവുക. നിങ്ങൾ ആ കോഡ് കൺവേർട്ട് ചെയ്ത് അവർ എന്ത് ഓപ്പറേഷൻ ആണോ പറയുന്നത് അതായിട്ട് കൺവേർട്ട് ചെയ്യാം. ഇപ്പൊ 40 × 20, അപ്പം ഇൻറ്റു മീൻസ് പ്ലസ് ആണ്. അപ്പം 40 + 20 ഡിവൈഡഡ് ബൈ 28. അപ്പൊ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ആണ്. അപ്പൊ -28. -4 എവിടെ വരുന്നത്? മൈനസ് എന്താണ്? ഡിവിഷൻ ആണ്. ഡിവൈഡഡ് ബൈ 4 +2 ആണ്. പ്ലസ് മീൻസ് മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു 2 ഇങ്ങനെ ആയിരിക്കും വരിക. ഓക്കെ, അപ്പൊ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതണം. നമ്മൾ കോഡ് മനസ്സിലാക്കി ഇക്വേഷൻ നമ്മളൊന്ന് മാറ്റി എഴുതണം. ഈ ഇക്വേഷൻ അങ്ങ് സോൾവ് ചെയ്താൽ മതി. നിങ്ങൾ അത് മാക്സിമം സ്പീഡിൽ അങ്ങ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ 40 + 20 ആകുമ്പോൾ 60 വരും. -28 ഡിവൈഡ് ബൈ 4 ആകുമ്പോൾ 4 താഴെ പോകും, ഇൻറ്റു 2 വരും. ഓക്കെ, അപ്പോൾ 7 4 28 അല്ലേ? അപ്പോൾ 14 വരും. 60 - 14 4 വരിക അല്ലേ? 50 46. ആൻസർ എന്താ വരിക? ഓപ്ഷൻ ഡി ആയിരിക്കും വരിക. കഴിഞ്ഞു. സ്പീഡപ്പ് ആക്കി എടുക്കുക, അതാണ് നിങ്ങൾ മെയിൻ ആയിട്ടും ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതൊരു കോഡിങ്ങിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമ്പർ കോഡിംഗ് ആണ്, സിംഗിൾ നമ്പർ കോഡിങ്ങും ആണ്. ഓക്കെ, ടൈം എടുത്ത് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചിലപ്പോൾ പെട്ടെന്ന് കിട്ടാൻ ചാൻസ് കുറവായിരിക്കാം, എങ്കിലും ടൈം എടുത്ത് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, എന്നിട്ട് എക്സ്പ്ലനേഷൻ കേൾക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. അവർ പറഞ്ഞ ഇഫ് ഡു ഈസ് കോഡഡ് ആസ് 60. അപ്പം ഡു എന്ന് പറയുന്ന വേർഡിനെ കോഡ് ചെയ്യുന്നത് 60 എന്നൊരു സിംഗിൾ നമ്പർ വെച്ചിട്ടാണ്. അതുപോലെ സോ ഈസ് കോഡഡ് ആസ് 285. ഓക്കെ, സോ എന്ന് പറയുന്ന വേർഡിനെ കോഡ് ചെയ്യുന്നത് 285 ആണ്. ഓക്കെ, then which of the following will be the code for red? റെഡിന്റെ കോഡ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്പർ കോഡിംഗ് ആണ്, സിംഗിൾ നമ്പർ കോഡിംഗ് വരികയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തന്നിരിക്കുന്ന വേർഡ് ലെറ്റേഴ്സിന്റെ പൊസിഷൻസും അല്ലെങ്കിൽ റിവേഴ്സ് പൊസിഷൻസ് ഒക്കെ ആയിട്ട് ഈ നമ്പറിനെ കമ്പയർ ചെയ്യും. അപ്പൊ നിങ്ങൾ ഒരെണ്ണത്തിന് നോക്കുക. ഇപ്പൊ ഡു എടുക്കുവാണ്. ഡു എടുക്കുമ്പോൾ ഡി എന്ന് പറയുമ്പോഴത്തേക്കും 4 ആണ്, ഒ എന്ന് പറയുമ്പോൾ 15 ആണ് അതിന്റെ പൊസിഷൻസ്. റിവേഴ്സ് പൊസിഷൻസ് ഇവിടെ നോക്കാം. ഡിയുടെ റിവേഴ്സ് പൊസിഷൻസ് 23 ആണ്, ഒയുടെ റിവേഴ്സ് പൊസിഷൻ 12 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് പൊസിഷൻ നമ്പേഴ്സോ അല്ലെങ്കിൽ റിവേഴ്സ് പൊസിഷൻ നമ്പേഴ്സോ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കും ഈ 60 എന്ന് പറയുന്നത്. അതെങ്ങനെ ആകാം എന്നാണ് നമ്മൾ നോക്കുക. അപ്പൊ അവിടെ വരുന്ന സമയത്ത് പല രീതിയിൽ നമുക്ക് പാറ്റേൺസ് നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ 23 12 റിവേഴ്സ് പൊസിഷൻ ആകുമ്പോഴത്തേക്കും 25 35 അതിന്റെ ഇരട്ടിയൊന്നും അല്ല. 4 15 19 ആണ്. അതുമായിട്ട് ബന്ധം നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ രണ്ട് പൊസിഷൻസ് ഉണ്ടല്ലോ,
ആ പൊസിഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ 4 × 15 അല്ലേ, എത്ര കിട്ടുന്നത്? 60 അല്ലേ കിട്ടുന്നത്? അപ്പൊ അതാകാം അല്ലെ. പക്ഷെ അതാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, അതാകാം. നമ്മൾ എന്ത് ചെയ്യണം? കൺഫേം ചെയ്യണം അല്ലെ. നമുക്ക് വേറൊരു വേർഡ് കിടപ്പുണ്ട് അല്ലെ. സോ അപ്പൊ സോ എടുക്കുമ്പോൾ എസ് എന്ന് പറയുമ്പോഴത്തേക്കും 19 ആണ്. ഓ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 ആണ്. 19 × 15 നമ്മൾ ചെയ്ത് നോക്കി. 19 × 15 19 × 15 ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൽ മതി? 20 × 15 എളുപ്പമല്ലേ. 2 × 15 30 ആണ്. അപ്പൊ 20 × 15 300 ആണ്. 300 നിന്ന് ഒരു 15 അങ്ങ് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, 19 × 15 എളുപ്പത്തിൽ ചെയ്യാൻ പറഞ്ഞതാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ 10 × 15 ചെയ്തിട്ട് പിന്നെ 9 × 15 ചെയ്യണം. അങ്ങനെ അല്ലെങ്കിൽ കുറച്ച് എളുപ്പം 19 × 10 19 × 5 ചെയ്തിട്ട് ആഡ് ചെയ്താലും മതി. എങ്ങനെയായാലും കുറച്ച് നല്ല എളുപ്പമുള്ള മെത്തേഡ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? 15 × 19 ആകുമ്പോൾ 19 20 ഒന്ന് പറയുന്നതാണ്. അപ്പം 20 15 ഗുണിക്കുക, അത് കഴിഞ്ഞിട്ട് ഒരു 15 അങ്ങ് കുറയ്ക്കുക, പരിപാടി കഴിച്ചു. 20 - 1 ആണ് 19 എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 285 എന്ന് വരുന്നുണ്ട് കണ്ടോ, ആ നമ്പർ വരുന്നുണ്ട്. അപ്പൊ അത് കൺഫേം ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇവിടെ വരുമ്പോൾ റെഡ് ആണ്. ഓക്കെ, റെഡ് ആകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ 3 ലെറ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ എന്താണ് ഈ 3 ലെറ്റേഴ്സിനുള്ള മൾട്ടിപ്ലിക്കേഷൻ ആകാം അല്ലെ. 3 ലെറ്റേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആകാം, അല്ലെങ്കിൽ ഫസ്റ്റും ലാസ്റ്റിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. കാരണം ഇവിടെ 2 ലെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ലെറ്റർ ലാസ്റ്റ് ലെറ്റർ മൾട്ടിപ്ലിക്കേഷൻ വേണമെങ്കിലും പറയാം നമുക്ക്. നമുക്ക് നോക്കാം ജസ്റ്റ് അതിന്റെ പൊസിഷൻസ് എഴുതി നോക്കാം. 6ന്റെ പൊസിഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് 18 ആണ് അല്ലെ. ഈ വരുമ്പോൾ നമുക്ക് എത്രയാണ് വരുന്നത്? ഈ വരുമ്പോൾ 5 ആണ്. ഡി വരുമ്പോൾ എത്രയാണ്? 4 ആണ്. ഓക്കെ, അപ്പോ 18 × 4 വരുമ്പോഴത്തേക്കും 40 72 ആണ്. ഓപ്ഷനിലില്ല അല്ലെ, 72 ഓപ്ഷനിലില്ല. പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 18 × 5 × 4 നിങ്ങൾ നോക്കുക. 5 × 4 20 അല്ലേ. 20 × 18 എത്രയാ? 360 ആണ്. ഓക്കെ, ആൻസർ 360 അവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ ടേബിളിന്റെ സഹായത്തോടെ അതിന്റെ പൊസിഷൻസോ റിവേഴ്സ് പൊസിഷൻസോ ഒക്കെ വെച്ച് കമ്പയർ ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എപ്പോഴും നമുക്ക് ആൻസറിലേക്ക് പോകുന്നത്. അപ്പൊ ലോജിക്കൽ ഡിഫറെന്റ് ആയിട്ട് വരും. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, പ്രീവിയസ് ഒരു ക്വസ്റ്റിൽ കാണുന്ന ഒരുപാട് ലോജിക്കൽ ഉണ്ട്, അതെല്ലാം നിങ്ങൾ പഠിക്കണം. ഇതിപ്പോ നിങ്ങളൊരു എക്സാമ്പിൾ ലോജിക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പോലും ഓർഡറിലല്ല എടുത്തിരിക്കുന്നത്. ഓക്കെ, പാറ്റേൺ വൈസ് ഒന്നും അല്ല എടുത്തിരിക്കുന്നത്. നമ്മൾ PYQ ആയതുകൊണ്ട് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ കിട്ടിയ ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തെടുത്ത് വെക്കുകയാണ് ചെയ്തത്. അങ്ങനെ 1000 ക്വസ്റ്റ്യൻസ് നമ്മൾ പോവാണ് ചെയ്യുന്നത് കേട്ടോ. നോക്കണം, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങളായിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. ബ്ലഡ് റിലേഷൻ ആണ്. ഇൻട്രൊഡ്യൂസിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇൻട്രൊഡ്യൂസിംഗ് ദേവേശി ടു ദ ഗസ്റ്റ്. ഓക്കെ, അപ്പം ദേവേശി എന്ന് പറയുന്ന ഒരാളെ ഗസ്റ്റിന് ഇൻട്രൊഡ്യൂസ് കൊടുക്കുകയാണ്. ആരാണ്? ആശിഷ് സെഡ് എന്ന് പറയുന്നത്. അപ്പം ആശിഷ് ആണ് ആരെന്ത് ചെയ്യുന്നത്? ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നയാൾ. പറയുന്നയാൾ ആശിഷ് ആണ് അല്ലെ. എന്താ പറയുന്നത്? ഹെർ ഫാദർ ഈസ്. ഓക്കെ, ഹെർ ഫാദർ ഈസ്, അതായത് ദേവേശിയുടെ ഫാദർ. അപ്പൊ ഹെർ എന്ന് പറയുന്ന സ്ഥിതിക്ക് ദേവേശി ഒരു പെൺകുട്ടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഹെർ ഫാദർ, ദേവേശിയുടെ ഫാദർ. ഹെർ എന്ന് പറയുമ്പോൾ പെൺകുട്ടിയുടെ ഫാദർ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പം ദേവേശിയുടെ ഫാദർ ആരാണ്? ദേവേശിയുടെ ഫാദർ ഈസ് ദ ഓൺലി സൺ ഓഫ് മൈ പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ. ഓക്കെ, ഓൺലി സൺ ഓഫ് മൈ പെറ്റേണൽ ഗ്രാൻഡ് ഫാദേഴ്സ് ഓൺലി സൺ. ഓക്കെ, കുറച്ചും കൂടെ നീണ്ടു പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ശ്രദ്ധിക്കുക, ഹെർ ഫാദർ എന്ന് പറഞ്ഞാൽ ദേവേശിയുടെ ഫാദറിനെ കുറിച്ച് പറയാണ്. ആ ദേവേശിയുടെ ഫാദർ ആണ് ഓൺലി സൺ ആണ്, ഒരേ ഒരു മകനാണ്. ആരുടെ? ഓഫ് മൈ പെറ്റേണൽ ഗ്രാൻഡ് ഫാദേഴ്സ് ഓൺലി സൺ. ഓക്കെ, അപ്പൊ ആശിഷ് പറയാണ് ആശിഷിന്റെ പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാൽ അച്ഛന്റെ അച്ഛൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആശിഷിന്റെ പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ എന്ന് വെച്ചാൽ അച്ഛന്റെ അച്ഛൻ. ആ അച്ഛന്റെ ഒരേ ഒരു മകൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആശിഷിന്റെ അച്ഛൻ ഒരേ ഒരു മകനെ ഉള്ളെങ്കിൽ അത് ആരായിരിക്കും? ആശിഷിന്റെ അച്ഛനായിരിക്കും. ആ ആശിഷിന്റെ അച്ഛന്റെ ഒരേ ഒരു മകനാണ് ആരെന്ന് പറയുന്നത്? ഹെർ ഫാദർ, ദേവേശിയുടെ ഫാദർ എന്നാ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ ആൻസർ നോക്കുമ്പോൾ എല്ലാം മെയിലായിട്ട് എടുത്തിരിക്കുന്നത്. അതായത് ആശിഷിനെ അവർ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഒരു മെയിൽ ജെൻഡർ ആയിട്ടാണ്. ആശിഷിന്റെ പ്രോപ്പറായിട്ടുള്ള ജെൻഡർ ഇവിടെ പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടിയും ഓപ്ഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഹൗ ഇസ് ആശിഷ് റിലേറ്റഡ് ടു ദേവേശി എന്ന് പറയുമ്പോഴത്തേക്കും ആശിഷ് ആരെന്നാ ചോദിക്കുന്നത്? ബ്രദർ, മെറ്റേണൽ അല്ലെങ്കിൽ ഫാദർ, ഗ്രാൻഡ് ഫാദർ നടന്നത് എല്ലാം എന്താണ്? മെയിൽ ജെൻഡേഴ്സ് ആണ്. അപ്പൊ ആശിഷിനെ ഒരു മെയിൽ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നവർ. ഓക്കെ, ആശിഷ് ഒരു മെയിലാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആശിഷിന്റെ അച്ഛന്റെ ഒരേ ഒരു മകന്റെ ഒരേ ഒരു മകൻ അതാരായിരിക്കും? ആശിഷ് ആയിരിക്കും. ഈ ആശിഷ് ആണ് ആരുടെ ഫാദർ? ഹെർ ഫാദർ, ദേവേശിയുടെ ഫാദർ. അപ്പൊ ദേവേശി എവിടെ ആയിരിക്കും വരിക? അത് ഇവിടെ ആയിരിക്കും വരിക. ഉണ്ടോ? ഇങ്ങനെ പറയുന്നത്. ആശിഷ് പറയാണ് എന്റെ അച്ഛന്റെ ഒരേ ഒരു മകന്റെ മകനാണ് അവളുടെ അച്ഛൻ. ഹെർ ഫാദർ ഈസ് ദ ഓൺലി സൺ ഓഫ് മൈ പെറ്റേണൽ ഗ്രാൻഡ് ഫാദേഴ്സ് ഓൺലി സൺ. ഉണ്ടോ? ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. കുറച്ച് വലിയ ഡേറ്റയാണ്. പലപ്പോഴും പലരും ആശിഷിന്റെ അച്ഛന്റെ ഒരേ ഒരു മകനാണ് അവളുടെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ആശിഷിനെ ബ്രദറായിട്ടൊക്കെ എടുത്ത് കളയും. ശ്രദ്ധിച്ചോണം, ഡേറ്റ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇവിടുത്തെ ആൻസർ എന്താണ്? ഹൗ ഇസ് ആശിഷ് റിലേറ്റഡ് ടു ദേവേശി? ഫാദർ എന്നാ വരാം. ഓക്കെ, ആശിഷ് എന്ന് പറഞ്ഞാൽ ദേവിയുടെ
ദേവേശിയുടെ ഫാദർ ആയിരിക്കും. കണ്ടോ, കുറച്ചൊന്ന് കറങ്ങിയൊക്കെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞുള്ള കാര്യമാണ്, ബ്ലഡ് റിലേഷനിൽ ഇൻട്രൊഡ്യൂസിംഗ് ടൈപ്പിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്, പ്രത്യേകിച്ച് റെയിൽവേ എക്സാമുകളിൽ. അപ്പോൾ ഇതിന്റെ ഒരുപാട് മോഡലിൽ നോക്കി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇത് ഒരുപാട് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്താണ് എക്സാമിന് പോകുന്ന സമയത്ത് കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, അതൊരു ബ്ലഡ് റിലേഷന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്, ഇൻട്രൊഡ്യൂസിംഗ് ടൈപ്പ് തന്നെയാണ്. പറയുന്നത് എങ്ങനെയാണ്? ഇൻട്രൊഡ്യൂസിംഗ് എ ബോയ്. ഓക്കെ, നിങ്ങളായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം പോലെ ഇൻട്രൊഡ്യൂസിംഗ് എ ബോയ്. വിരാട് സെഡ്. ഓക്കെ, വിരാട് പറയാണ് എന്താണ്? ഹിസ് മദർ ഈസ്. ഓക്കെ, അപ്പോൾ ഹിസ് മദർ എന്ന് പറയുന്നത് ഈ ഹിസ് ഉദ്ദേശിക്കുന്ന ആരെയാണ്? ബോയ് ആണ് അല്ലെ, പറയുന്ന ആളാണ് വിരാട്. ഹിസ് മദർ ഈസ്, അപ്പൊ ബോയുടെ മദർ എന്ന് പറഞ്ഞാലാണ് ഓൺലി ഡോട്ടർ ഓഫ്, ഒരേ ഒരു മകളാണ് ആരുടെ? ഓഫ് മൈ മദർ ഇൻ ലോ, എന്റെ മദർ ഇൻ ലോയുടെ. ഓക്കെ, ഹൗ ഈസ് ദ ബോയ് റിലേറ്റഡ് ടു വിരാട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ വിരാട് പറയാണ് വിരാടിന്റെ വിരാടിന്റെ മദർ ഇൻ ലോ അമ്മായി അമ്മയാണ്. ഓക്കെ, വിരാട് കല്യാണം കഴിക്കുന്ന ആളുടെ അമ്മയാണ് മദർ ഇൻ ലോ എന്ന് പറയുന്നത്. അപ്പം മദർ ഇൻ ലോയുടെ ഒരേ ഒരു മകൾ, ആ ഒരേ ഒരു മകളാണ് ആരുടെ അമ്മ എന്ന് പറയുന്നത്? ആ ബോയുടെ അമ്മ എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ നോക്കാം, ഹൗ ഇസ് ദ ബോയ് റിലേറ്റഡ് ടു വിരാട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ വിരാടിന്റെ ജെൻഡർ പ്രോപ്പറായിട്ട് അറിയില്ലെങ്കിലും വിരാട് എന്നുള്ള പേര് നമ്മൾ കാണുമ്പോൾ നോർമലി ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രോപ്പറായിട്ട് ജെൻഡർ മനസ്സിലാക്കാൻ പറ്റുന്നില്ലാത്തൊരു അവസ്ഥ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? പേര് വെച്ച് ജെൻഡർ എടുക്കാം. ഓക്കെ, അപ്പോൾ വിരാട് എന്ന് പറയുന്ന ആളെ ഇപ്പം ഒരു മെയിലായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. അപ്പോൾ വിരാടിന്റെ അമ്മായിയമ്മ, ഓക്കെ, വിരാടിന്റെ അമ്മായിയമ്മ എന്ന് പറഞ്ഞാൽ ആരാണ്? വിരാടിന്റെ വൈഫിന്റെ അമ്മയായിരിക്കും അല്ലെ. വിരാടിന്റെ മെയിലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് വിരാടിന്റെ വൈഫിന്റെ അമ്മയാണ് മദർ ഇൻ ലോ, അമ്മായിയമ്മ എന്ന് പറയുന്നത്. ആ മദർ ഇൻ ലോയുടെ ഒരേ ഒരു മകൾ എന്ന് പറയുന്നത് ഓൺലി ഡോട്ടർ ഓഫ് മൈ മദർ ഇൻ ലോ, എന്റെ അമ്മായിയമ്മയുടെ ഒരേ ഒരു മകൾ. എന്റെ അമ്മായിയമ്മയുടെ ഒരേ ഒരു മകൾ ആരായിരിക്കും? എന്റെ ഭാര്യയായിരിക്കും അല്ലെ. ഇതാണ് ആരെന്ന് പറയുന്നത്? ഹിസ് മദർ, അവന്റെ അമ്മ, ബോയുടെ അമ്മ. ഇത് ബോയുടെ അമ്മയാണെന്നാണ് പറയുന്നത്. കണ്ടോ, ഇങ്ങനെ വന്നിരിക്കുന്നത്. അതായത് എന്റെ അമ്മായിയമ്മയുടെ ഒരേ ഒരു മകളാണ് അവന്റെ അമ്മ എന്നാ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ഡേറ്റ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? ഓക്കെ, ഹൗ ഇസ് ദ ബോയ് റിലേറ്റഡ് ടു വിരാട്? എങ്കിൽ ബോയ് ആരെന്നാ ചോദിക്കുന്നത്? വിരാടിന്റെ ബോയ് ആരായിരിക്കും? വിരാടിന്റെ ഭാര്യയുടെ മകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? വിരാടിന്റെ മകനായിരിക്കും. ആൻസർ സൺ എന്ന് വരും. ഇങ്ങനെ ആയിരിക്കും ആൻസറിലേക്ക് പോവാം. ഓക്കെ, പോയിന്റ് ടൈപ്പിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇതുപോലത്തെ ഒരുപാട് രീതിയിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കാണും. ബ്ലഡ് റിലേഷന്റെ പഠിക്കാം നമുക്ക്. PYQ നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ തന്നെ ബ്ലഡ് റിലേഷൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ് സിലോജിസം എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ ഓർഡറിൽ ക്വസ്റ്റ്യൻ കിടക്കുവാണ്. ഇവിടെ ഇപ്പോൾ 2 സ്റ്റേറ്റ്മെന്റ് കിടപ്പുണ്ട്, അതുപോലെ കൺക്ലൂഷൻ കിടപ്പുണ്ട്. വെൻ ഡയഗ്രാം വരച്ച് ആൻസർ ചെക്ക് ചെയ്യുക നിങ്ങൾ. ഞാൻ എന്തായാലും വരയ്ക്കുവാണ്, നിങ്ങൾ നോക്കുക. ഓൾ ക്രിക്കറ്റേഴ്സ് ആർ പ്ലെയേഴ്സ് അല്ലെ, ഓൾ ക്രിക്കറ്റേഴ്സ് ആർ പ്ലെയേഴ്സ്. നമ്മൾ ഓളിന്റെ വെൻ ഡയഗ്രാം വരയ്ക്കുകയാണ്. ഓൾ ക്രിക്കറ്റേഴ്സ് ആർ പ്ലെയേഴ്സ്. സം ക്രിക്കറ്റേഴ്സ് ആർ ഫീൽഡേഴ്സ്. ഓക്കെ, സം ക്രിക്കറ്റേഴ്സ് ആർ ഫീൽഡേഴ്സ്. ക്രിക്കറ്റേഴ്സ്, സം ക്രിക്കറ്റേഴ്സ് ആർ ഫീൽഡേഴ്സ്. ഇങ്ങനെ ആയിരിക്കും വരിക. കണ്ടോ, എല്ലാ ക്രിക്കറ്റും പ്ലെയർ ആണെന്നുള്ള സ്റ്റേറ്റ്മെന്റും പറയുന്നത് കുറച്ച് ക്രിക്കറ്റേഴ്സ് ഫീൽഡേഴ്സ് ആണെന്ന് പറയുന്നത്. അപ്പം വെൻ ഡയഗ്രാം ഇങ്ങനെ ആയിരിക്കും കട്ട് ചെയ്ത് വരാം. ഇനി ഫസ്റ്റ് കൺക്ലൂഷൻ, സം ഫീൽഡേഴ്സ് ആർ ക്രിക്കറ്റേഴ്സ്. സം ഫീൽഡേഴ്സ് ആർ ക്രിക്കറ്റേഴ്സ്. നിങ്ങൾ നോക്കാം, ഫീൽഡേഴ്സും ക്രിക്കറ്റേഴ്സും ഉള്ള റിലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വെൻ ഡയഗ്രാം നോക്കുമ്പോൾ അവർ തമ്മിൽ സം റിലേഷനിലാണ് കിടക്കുന്നത്. അപ്പോൾ അവർ സം റിലേഷൻ ആയതുകൊണ്ട് സം ഫീൽഡേഴ്സ് ആർ ക്രിക്കറ്റേഴ്സ് എന്നും പറയാം, സം ക്രിക്കറ്റേഴ്സ് ആർ ഫീൽഡേഴ്സും പറയാൻ പറ്റും. അപ്പം ആദ്യത്തെ കൺക്ലൂഷൻ എന്തായാലും ഫോളോ ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് വൺ ഫോളോ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് സം ഫീൽഡേഴ്സ് ആർ പ്ലെയേഴ്സ്. ഓക്കെ, അപ്പൊ ഫീൽഡറിന്റെ വെണ്ടാഗ്രം നോക്കിയേ, ഫീൽഡറിന്റെ വെണ്ടാഗ്രം ഇതാണ്, പ്ലെയറിന്റെ വെണ്ടാഗ്രം ഏതാണ്? ഇതല്ലേ. അവർ തമ്മിൽ എന്താ കിടക്കുന്നത്? സം റിലേഷനിലാണ് കിടക്കുന്നത്. അപ്പൊ സം ഫീൽഡേഴ്സ് ആർ പ്ലെയേഴ്സ്. ഓക്കെ, അതും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ 2 കൺക്ലൂഷൻ അവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. ബോത്ത് കൺക്ലൂഷൻ 1 and 2 ഫോളോസ്. ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 2 കൺക്ലൂഷൻ നമുക്ക് എന്താണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റിനനുസരിച്ച് ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ബോത്ത് കൺക്ലൂഷൻ 1 and 2 ഫോളോസ് എന്നായിരിക്കും. സിലോജിസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്നതാണ്. സിലോജിസം എന്ന് പറയുന്നത് വെൻ ഡയഗ്രാം വരയ്ക്കാനും അതിനകത്ത് റിലേഷൻസ് മനസ്സിലാക്കാനും നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും കൺക്ലൂഷൻസ് ഈസി ആയിട്ട് നമുക്ക് എന്താണ് പറഞ്ഞു പോകാന്നുള്ളത്. വളരെ ചെറിയ ടൈമിൽ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ് സിലോജിസം എന്ന് പറയുന്നത്. ഒരുപാട് ടൈം എടുക്കാതെ ഒരുപാട് ആലോചിച്ച് കൂട്ടാണ്ട് നമ്മൾ പറയുന്ന ക്ലാസ്സിൽ പറഞ്ഞ മെത്തേഡിൽ ചെയ്ത് ശീലിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, സിലോജിസം തന്നെയാണ് അടുത്ത ക്വസ്റ്റിനും. അവിടെ നിങ്ങൾ നോക്കുമ്പോൾ 3 സ്റ്റേറ്റ്മെന്റുകളും 3 കൺക്ലൂഷനാണ് വന്നിരിക്കുന്നത്. 3 സ്റ്റേറ്റ്മെന്റ് കിടപ്പുണ്ട്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി വരയ്ക്കാം. സം ടൈഗേഴ്സ് ആർ റാറ്റ്സ്. ഓക്കെ, സ്വന്തമായിട്ട് ചെയ്യുക ആദ്യം, എന്നിട്ട് എക്സ്പ്ലനേഷൻ നോക്കാം. സം ടൈഗേഴ്സ് ആർ റാറ്റ്സ്.
All rats are elephants. Okay. All rats are elephants. All rats are elephants. ഇങ്ങനെ ആയിരിക്കും വരിക. All tigers are cats. Okay. All tigers are cats. Okay. ഇങ്ങനെ ആയിരിക്കും വെൻ ഡയഗ്രാം വരിക അല്ലേ? വെൻ ഡയഗ്രാം വരച്ച് നമ്മൾ നേരെ കൺക്ലൂഷനിലേക്ക് പോവാണ്. Some cats are elephants. Some cats are elephants. നിങ്ങൾ നോക്കിയേ, കാറ്റിന്റെ വെൻ ഡയഗ്രാമും എലിഫിന്റെ വെൻ ഡയഗ്രാം നിങ്ങൾ നോക്കിയാൽ അവർ എന്ത് റിലേഷൻ കിടക്കുന്നത്? സം റിലേഷനിലാണ് കിടക്കുന്നത്. സം കാറ്റ്സ് ആർ എലിഫൻസ് എന്നും പറയാം, സം എലിഫൻസ് ആർ കാറ്റ്സ് എന്നും പറയാം. ഫസ്റ്റ് വൺ ഫോളോ ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. സെക്കൻഡ് വണ്ണില് സം എലിഫൻസ് ആർ ടൈഗേഴ്സ്. എലിഫന്റ് വെൻ ഡയഗ്രാം ടൈഗറിന്റെ വെൻ ഡയഗ്രാം നിങ്ങൾ നോക്കുവാണെങ്കിൽ അവർ എന്തിലാണ് നടക്കുന്നത്? സം റിലേഷനാണ് നടക്കുന്നത്. സം ടൈഗേഴ്സ് ആർ എലിഫൻസും പറയാം, സം എലിഫൻസ് ആർ ടൈഗേഴ്സും പറയാം. രണ്ടാമത്തെ കൺക്ലൂഷൻ അവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. മൂന്ന് സം കാറ്റ്സ് ആർ റാറ്റ്സ്. ഓക്കെ, കാറ്റ്സും റാറ്റ്സും നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാറ്റ്സിന്റെ വെൻ ഡയഗ്രാം ഇതാണ്, റാറ്റ്സിന്റെ വെൻ ഡയഗ്രാം ഇതാണ്. അവർ തമ്മിൽ എന്താണ്? സം റിലേഷൻ തന്നെയാണ്. അതുകൊണ്ട് സം കാറ്റ്സ് ആർ റാറ്റ്സ് എന്ത് ചെയ്യും? ഫോളോ ചെയ്യും. എല്ലാ കൺക്ലൂഷനും ഫോളോ ചെയ്യും. നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഓൾ കൺക്ലൂഷൻ 1, 2 and 3 ഫോളോസ്. എല്ലാ കൺക്ലൂഷനും അവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞു. ഓക്കെ, സിലോയിസം ഉണ്ടോ? വളരെ കുറച്ച് സമയത്തിൽ ഞാൻ ചെയ്തങ്ങ് തീർക്കുന്നുണ്ടോ? ഇതുവരെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും സമയം എടുക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും സമയം കൂടെ എനിക്ക് വേണ്ട, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും സിലോയിസം. കൺസെപ്റ്റുകൾ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സിലോയിസം ഏറ്റവും എളുപ്പമുള്ള ടോപ്പിക്കാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് അനലോഗി എന്ന് പറയുന്ന ടൈപ്പാണ്. നമ്പർ അനലോഗി എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ ഇത് നമുക്ക് നോക്കുവാണെങ്കിൽ ലോജിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ കോഡിംഗ് പോലെ തന്നെ ലോജിക് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അനലോഗി എന്ന് പറയുന്നത്. അപ്പൊ അനലോഗിൽ പറയുന്നത് ഈ രണ്ട് പേര് നമ്മളെ റിലേഷൻ നോക്കിയിട്ട് അതേ റിലേഷൻ ഇവിടെ രണ്ടുപേരും വരും. അപ്പൊ ആ മിസ്സിംഗ് ആയിട്ടുള്ള ആളെ കണ്ടുപിടിക്കാന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഫോർത്ത് നമ്പർ. ഫോർത്ത് നമ്പറിന് റിലേറ്റ് ആവണം. ഓക്കെ, എങ്ങനെയാണ്? ഇൻ ദ സെയിം വേ ആസ് ദ ഫസ്റ്റ് നമ്പർ റിലേറ്റഡ് ടു സെക്കൻഡ് നമ്പർ. ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും തമ്മിലുള്ള റിലേഷൻ പോലെ തന്നെ ഇവിടെ വരുന്ന ആളും ഈ നമ്പർ തമ്മിൽ റിലേഷൻ ഉണ്ടായിരിക്കും. സെയിം റിലേഷൻ ആയിരിക്കും. ഇത് രണ്ടും സെയിം റിലേഷൻ ആയിരിക്കും. ആ റിലേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ആ റിലേഷൻ ആണ് അവിടുത്തെ ലോജിക് എന്ന് പറയുന്നത്. ആ ലോജിക് കണ്ടുപിടിച്ച് നമുക്ക് എന്താണ് ഇവിടെ വരുന്ന ആളെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതാണ് അനലോഗി എന്ന് പറയുന്നത്. സാമ്യത എന്നൊക്കെ അർത്ഥം വരുന്നത് അനലോഗി. ഓക്കെ, അപ്പൊ 3:36 ആകാൻ ഒരുപാട് രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. 3:36 ആകാൻ നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ, 33ന്റെ 3 കൂട്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. 33ന്റെ 3 കൂട്ടിയാണെന്ന് പറയാം. അല്ലെങ്കിൽ 3 × 12 ആണ് 36 എന്ന് പറയാം അല്ലെ. 3 × 12 അല്ലേ 36. അല്ലെങ്കിൽ 3ന്റെ സ്ക്വയറിനോട് 4 കൊണ്ട് ഗുണിക്കുന്നു എന്ന് പറയാം. അങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇപ്പം നിങ്ങൾ നോക്കാം, 3 × 12 36. ആ ലോജിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ലോജിക്ക് വരും. നമ്മൾ ഓരോ ലോജിക്കും ട്രൈ ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. ഏത് ലോജിക്കിലാണോ അവിടെ ആൻസർ വരുന്നത് അതായിരിക്കും നമുക്ക് ഫൈനലി എടുക്കുക നമ്മൾ. ഓക്കെ, അപ്പോൾ 3 × 12 ആണ് 36. അതുപോലെ ഇവിടെ വരുന്ന നമ്പർ × 12 ചെയ്യുമ്പോൾ 20736 കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു നമ്പർ ഇവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അങ്ങനെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതായിരിക്കും ആൻസർ വരിക. ഓക്കെ, ആക്ച്വലി നമുക്കിവിടെ 20736 ആണ്. നിങ്ങൾ ജസ്റ്റ് ഡിവൈഡ് നോക്കുക. 20736നെ നിങ്ങൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 2 3 കൊണ്ട് പോവും, 4 കൊണ്ടും പോവും. നമ്മൾ 4 കൊണ്ട് ആദ്യം പോവുകയാണെങ്കിൽ 3 വരും. ഇവിടെ വരുമ്പോഴത്തേക്കും 5 പ്രാവശ്യം, ഇവിടെ 1 പ്രാവശ്യം 33, 8 4 32, 4 പ്രാവശ്യം 16 അല്ലേ. 3 കൊണ്ട് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 1 6, 8 4 12 പോവും. 3 കൊണ്ട് പോവും. 3 കൊണ്ട് 1 പ്രാവശ്യം 21, 7 പ്രാവശ്യം, 2 പ്രാവശ്യം 6, 24, 8 പ്രാവശ്യം 1728 കണ്ടോ കിടപ്പുണ്ട്. അപ്പൊ ഇവിടുത്തെ ലോജിക് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പർ × 12 എന്നുള്ള ലോജിക്കാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മുടെ ആൻസർ 1728. വളരെ സിമ്പിൾ ലോജിക്കാണ്, ഒരുപാട് ഹയർ ലെവൽ ലോജിക്കൊന്നും അല്ല. ഞാൻ പറഞ്ഞു, റെയിൽവേ എക്സാം വരുന്ന സമയത്ത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കും ചോദിക്കാറുണ്ട് എക്സാമിന്. എന്താ നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ലോജികളും ചോദിക്കാറുണ്ട് കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കുന്നവർക്ക് നമ്പർ കാണുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും. അടുത്തൊരു സീരീസ് ആണ്, നമ്പർ സീരീസിന്റെ ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും നമ്പർ വെച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് പലപ്പോഴും ബുദ്ധിമുട്ടായിട്ട് നമുക്ക് എപ്പോഴും വരുന്നത്. നമുക്ക് നോക്കാം ഇവിടെ എങ്ങനെയാണ് വരുന്നതെന്ന്. നിങ്ങൾ കണ്ടുപിടിക്കുക, നിങ്ങളായിട്ട് ലോജിക് കണ്ടുപിടിക്കാൻ നോക്കുക, എന്നിട്ട് എക്സ്പ്ലനേഷൻ കേൾക്കുക കേട്ടോ. അപ്പൊ ഞാൻ പറയാം ഇതെന്താ സംഭവം എന്ന്. ഇപ്പോ 3 × 3 9, 9 + 2 11, 11 × 2 22 + 4 27, 27 × 2 54 + 4 54 + 5. ഓക്കെ, ഇങ്ങനെ എടുക്കാം നമുക്ക്. 3 × 2 6, 6 + 5 11 കിട്ടുന്നുണ്ട് അല്ലെ. 3 × 2 6, 6 + 5 11. 11 × 2 22 + 5 27 അതും വരുന്നുണ്ട്. അതുപോലെ 27 × 2 54 + 5
59. അപ്പോൾ ഇൻറ്റു 2 പ്ലസ് 5 എന്നൊരു ഫോർമാറ്റിലാണ് നമ്പേഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്പർ ഇപ്പം 59 × 2 പ്ലസ് 5 ഒന്ന് ചെയ്ത് നോക്കാം. 59 × 2 അപ്പോൾ 60 ആകുമ്പോൾ 120 ആണ് അല്ലേ. അതിൽ നിന്ന് കുറയ്ക്കുന്ന സമയം 2 കുറയ്ക്കുന്ന സമയത്ത് 118 എന്ന് വരും. 112 5 കൂട്ടുക, 118 5 123. ഓക്കെ, ഓപ്ഷനുണ്ട് 123. അതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പം പാറ്റേൺ മനസ്സിലാക്കാം. ഇൻറ്റു 2 പ്ലസ് 5 എന്നൊരു പാറ്റേണിലാണ് എന്ത് ചെയ്യുന്നത് നമ്പേഴ്സ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. ലോജിക്ക് മനസ്സിലാക്കാൻ, ലോജിക് ബേസ്ഡ് ക്വസ്റ്റൻ ആണ്. ലോജിക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ് മെയിൻ ഇവിടുത്തെ. സോറി. ഓക്കെ, അടുത്തത് ഡേറ്റ സഫിഷ്യൻസി എന്നൊരു ടോപ്പിക്കാണ്. ഇത് പലപ്പോഴും നമ്മൾ പ്രത്യേകിച്ച് ക്ലാസ്സുകളായിട്ട് ആരും പഠിപ്പിക്കാറൊന്നുമില്ല. ഡേറ്റ സഫിഷ്യൻസി. ഓക്കെ, ഡേറ്റ സഫിഷ്യൻസി എന്താണെന്ന് വെച്ചാൽ നമുക്ക് പല ടോപ്പിക്കുകളുടെ ബേസ് ചെയ്ത് ചോദിക്കാറുണ്ട്. ഇതിപ്പോൾ റീസണിങ്ങിന്റെ പാർട്ടായിട്ട് ചോദിക്കുന്ന പോലത്തെ ക്വസ്റ്റൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തിരിക്കുന്നത്. നിങ്ങൾ നോക്കാം. എ ക്വസ്റ്റ്യൻ ആൻഡ് 2 സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗിവൺ. ഐഡന്റിഫൈ വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ആർ സഫിഷ്യന്റ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 2 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് സഫിഷ്യന്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് മതി നമുക്ക് ആൻസർ അടിക്കാൻ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ 2 സ്റ്റേറ്റ്മെന്റ് തരുന്ന സമയത്ത് ഒന്നുകിൽ ആദ്യത്തത് മാത്രം മതി, രണ്ടാമത് വേണ്ടായിരിക്കും, അല്ലെങ്കിൽ രണ്ടാമത്തെ മാത്രം മതി, ആദ്യത്തെ വേണ്ടായിരിക്കും. ചിലപ്പോൾ 2 കൂടെ എടുത്താലേ നമുക്ക് എന്ത് ചെയ്യാറുള്ളൂ, ആൻസറിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ 2 എടുത്താലും നമുക്ക് എന്താണ് ആൻസറിലേക്ക് പോകാൻ പറ്റാറില്ല. ചിലപ്പോൾ 1 വെച്ച് സെപ്പറേറ്റും 2 വെച്ച് സെപ്പറേറ്റ് കിട്ടിയാലും നമുക്ക് എന്താണ് ആൻസറിലേക്ക് പോകാൻ സാധിക്കും. ഇങ്ങനത്തെ ഓപ്ഷൻസ് വരാം. ഓക്കെ, ഇവിടെ നിങ്ങൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ സഫിഷ്യന്റ് ഇൻഡിപെൻഡന്റ്ലി. ഇതാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞ സാധനം. നമ്മൾ ഏതർ ഓർ എന്ന് പറഞ്ഞ് ഈ ഓപ്ഷൻ വരാറുണ്ട്, ഇൻഡിപെൻഡന്റ്ലി ഇങ്ങനെ വരാറുണ്ട്. അതായത് 1 വെച്ച് സെപ്പറേറ്റ് ചെയ്യുമ്പോഴും ആൻസർ കിട്ടും, 2 വെച്ച് സെപ്പറേറ്റ് ചെയ്യുമ്പോഴും ആൻസർ കിട്ടും. അതാണ് ഇൻഡിപെൻഡന്റ്ലി എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ബോത്ത് 1 and 2 ആർ സഫിഷ്യന്റ് ടുഗദർ, 2 ഒരുമിച്ചെടുക്കുമ്പോൾ ആൻസറിലേക്ക് പോകാൻ സാധിക്കുന്നു. അടുത്ത സ്റ്റേറ്റ്മെന്റ് 1 ഈസ് സഫിഷ്യന്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് നോട്ട് സഫിഷ്യന്റ്. 1 സഫിഷ്യന്റ് ആണ് പക്ഷെ 2 സഫിഷ്യന്റ് അല്ല എന്നും, അല്ലെങ്കിൽ 2 സഫിഷ്യന്റ് ആണ് 1 സഫിഷ്യന്റ് അല്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആദ്യം മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ ഓൺ വിച്ച് ഡേറ്റ് ഈസ് ഇവാൻഷൂസ് ബർത്ത്ഡേ എന്നാണ് ചോദിക്കുന്നത്. ഇവാൻഷു എന്ന് പറയുന്ന ആളുടെ ബർത്ത്ഡേ എന്നായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വെച്ച് നിങ്ങൾ ആൻസറിലേക്ക് പോകാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവാൻഷൂസ് ബർത്ത്ഡേ ഈസ് ഓൺ ദ റിപ്പബ്ലിക് ഡേ ഓഫ് എ കൺട്രി. ഒരു കൺട്രിയുടെ, ഒരു രാജ്യത്തിന്റെ റിപ്പബ്ലിക് ഡേയിലാണ് എന്ത് ചെയ്യുന്നത് ഇവാൻഷുവിന്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഡേറ്റ വെച്ച് നമുക്ക് ഒരിക്കലും എന്താണ് ആൻസറിലേക്ക് പോകാൻ സാധിക്കില്ല. കാരണം ഏത് കൺട്രി ആണെന്നോ ആ കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല അല്ലെ. രണ്ടാമത്തെ പറയുമ്പോഴത്തേക്കും ദ കൺട്രീസ് നാഷണൽ ഫ്ലാഗ് ഈസ് ട്രൈകളർ ഫ്ലാഗ് വിത്ത് ആൻ അശോക ചക്ര ഇൻ ഇറ്റ്സ് സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കൺട്രിയുടെ നാഷണൽ ഫ്ലാഗ് ഒരു ട്രൈകളർ ഫ്ലാഗ് ആണെന്നും അതിന്റെ നടുക്ക് അശോക ചക്ര ഉണ്ടെന്നും പറഞ്ഞുണ്ട്. എന്നാൽ നമുക്ക് മനസ്സിലായത് ഇന്ത്യൻ എന്താണ് ഫ്ലാഗ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഓക്കെ, അപ്പൊ അത് വെച്ച് ആൻസർ പോകാൻ പറ്റുമോ? പറ്റത്തില്ല. അത് വെച്ച് മാത്രം, കാരണം ഇന്ത്യൻ ഫ്ലാഗ് ആണെന്ന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇവാൻഷിന്റെ ബർത്ത്ഡേ എപ്പോഴാണ് ചോദിക്കുന്നത്. അപ്പൊ ആ ഡേറ്റയ്ക്ക് ഇവാൻഷിന്റെ ബർത്ത്ഡേ ഒരു ബന്ധമില്ല. പക്ഷേ നിങ്ങൾ 2 കൂടെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ഇവാൻഷുവിന്റെ ബർത്ത്ഡേ വരുന്നത് റിപ്പബ്ലിക് ഡേ ഓഫ് എ കൺട്രി, ഒരു കൺട്രിയുടെ റിപ്പബ്ലിക് ഡേ ആണെന്നും ആ കൺട്രിയുടെ നാഷണൽ ഫ്ലാഗിൽ ട്രൈകളർ ഉണ്ടെന്നും അശോക ചക്ര ഉണ്ടെന്നും പറഞ്ഞു. അപ്പം ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ ആണെന്ന് പറയുന്നത് ഇവാൻഷുവിന്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത്. ആൻസറിന് ഇമ്പോർട്ടൻസ് ഇല്ല, പക്ഷെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലയോ അത് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് 2 കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്താണ് ആൻസറിലേക്ക് പോകാൻ പറ്റുന്നുണ്ട്. അപ്പം ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ സഫിഷ്യന്റ് ടുഗദർ. 2 ഒരുമിച്ച് നമുക്ക് എന്താണ് ആൻസറിലേക്ക് പോകാൻ സഫിഷ്യന്റ് ആണ്. ഇതായിരിക്കും അവിടുത്തെ ആൻസർ വരിക. കണ്ടോ, ഇങ്ങനെയാ പറയുന്നത്. ഡേറ്റ സഫിഷ്യൻസി നമ്മൾ പഠിക്കുന്ന എല്ലാ ടോപ്പിക്കുകളും റിലേറ്റ് ചെയ്ത് നമുക്ക് ചോദിക്കാറുണ്ട്. ഇപ്പൊ ഇതൊരു എക്സാമ്പിൾ കണ്ടുകൊണ്ട് ഞാൻ എടുക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇവിടെ വീണ്ടും നമ്മുടെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എന്ന ടോപ്പിക് കയറി വരുവാണ്. നോക്കിയേ, ഇഫ് പി പ്ലസ് ക്യൂ ഇംപ്ലൈസ് പി മൈനസ് ക്യൂ. അപ്പൊ അവിടെ നമുക്ക് പ്ലസ് മീൻസ് മൈനസ്, മൈനസ് മീൻസ് അഡീഷൻ, അഡീഷൻ മീൻസ് സബ്ട്രാക്ഷൻ എന്നുള്ള ഫോർമാറ്റിൽ പറഞ്ഞതിന് പകരമായിട്ട് പറയുന്നേ ഉള്ളൂ. പി പ്ലസ് ക്യൂ എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് പി മൈനസ് ക്യൂ ആണ്. എവിടെ പ്ലസ് ക്യൂ കണ്ടാലും മൈനസ് ക്യൂ, സോറി എവിടെ പ്ലസ് കണ്ടാലും മൈനസ് ഇട്ട് കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ മൈനസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആണ്, ഡിവിഷൻ അഡീഷനും ആണ്. ജസ്റ്റ് ഒന്ന് മാറ്റി ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇവിടുത്തെ സൈനുകൾ കോഡുകളാണ്. ആ കോഡിന് കൺവേർട്ട് ചെയ്ത് പറയുന്ന ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഏതാണ് കൊടുക്കേണ്ടതെന്ന്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ എൻ്റെ ആൻസറിലേക്ക് പോകാം. ഇപ്പൊ പ്ലസ് മീൻസ് മൈനസ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ 5 - 6 -70. മൈനസ് മീൻസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇൻറ്റു 75. മൾട്ടിപ്ലിക്കേഷൻ മീൻസ് ഡിവിഷൻ ആണ്, 75 ഡിവൈഡഡ് ബൈ 15. ഡിവിഷൻ മീൻസ് അഡീഷൻ ആണ്. അപ്പം ഡിവിഷൻ പ്ലസ് 30 അല്ലെ, ഇങ്ങനെ ആയിരിക്കും വരിക. പ്രത്യേകം മനസ്സിലാക്കുക, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒരുമിച്ച് ഇടപെടേണ്ട അത് ആദ്യം ചെയ്യാം കേട്ടോ. നിങ്ങൾ അത് ഒരുമിച്ച് അങ്ങ് ചെയ്യാം. അപ്പോൾ അല്ലെങ്കിലും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ആദ്യം ചെയ്തതിന് ശേഷം ബാക്കി ഓപ്പറേഷൻ ചെയ്യാവും.
5 മൈനസ് 6 ഇൻറ്റു 75 ഡിവൈഡഡ് ബൈ 15 ഇങ്ങനെയാണ് വരുന്നത് ആ ഒരു മൊത്തം പോർഷൻ. ഓക്കെ, പ്ലസ് 30. അപ്പൊ 15 75 നിങ്ങൾ നോക്കിയേ 5 പ്രാവശ്യം അല്ലേ, 5 ഇൻറ്റു 6 എത്രയാ 30. അപ്പൊ 5 മൈനസ് 30 പ്ലസ് 30 എന്നാണ് വരുന്നത്. അപ്പം മൈനസ് 13 പ്ലസ് 30 ക്യാൻസൽ ആവും, ബാക്കി എന്ത് വരും? ആൻസർ 5 വരും. നമ്മുടെ ആൻസർ 5 ആയിരിക്കും. കഴിയും. ആ ഓപ്പറേഷൻ ഒന്ന് മാറ്റുക, കാൽക്കുലേഷൻ പെട്ടെന്ന് ചെയ്യുക. ഇത്രയും ഇങ്ങനെ എഴുതിയൊന്നും ചെയ്യേണ്ട, ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതി കാണിക്കുന്നതാണ്. അവിടെ വെച്ച് അങ്ങ് ചെയ്ത് പോവാം, ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക. ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതുക, എന്തായാലും സൈനുകളൊന്ന് മാറ്റി എഴുതിക്കോണം. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ്റെ ക്വസ്റ്റ്യൻസ് 1 or 2 ക്വസ്റ്റ്യനൊക്കെ പല ഷിഫ്റ്റുകളിലും ചോദിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇതൊരു സിലോജിസത്തിന്റെ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ചോദിക്കുന്ന രീതിക്ക് ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ ഇങ്ങനത്തെ വ്യത്യാസമുള്ള രീതികളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം, കണ്ടിട്ടുണ്ടാവണം. അല്ലെങ്കിൽ എക്സാമിന് പോകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാതെ സ്റ്റക്കായിട്ട് സ്പീഡ് ഇല്ലാണ്ട് നിങ്ങൾ നിന്നുപോകും. ഓക്കെ, നോർമലി സ്റ്റേറ്റ്മെന്റും കൺക്ലൂഷൻ എന്നിട്ട് ചെയ്യാനൊക്കെ നമുക്ക് അറിയാം, പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. നോക്കിയേ, റീഡ് ദ ഫോളോവിംഗ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് A, B, C, D ആൻഡ് സെലക്ട് ദ സെറ്റ് ഓർ സെറ്റ്സ് ഇൻ വിച്ച് ദ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് എ ലോജിക്കൽ കൺക്ലൂഷൻ ഓഫ് ദി ഫസ്റ്റ് ടു. അത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന 4 ഓപ്ഷനകത്ത് അല്ലെങ്കിൽ 4 ABCD 4 സാധനത്തിനകത്ത് ആദ്യത്തെ 2 സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മൂന്നാമത്തത് അതിന്റെ കൺക്ലൂഷൻ ആയിട്ട് വരുന്നത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ സാധാരണ നമ്മൾ വരയ്ക്കുന്ന പോലെ വരച്ച് തന്നെ നോക്കിയാൽ മതി. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്സ് 2 എടുക്കുക, അതിനെ വെൻ ഡയഗ്രം വരയ്ക്കുക, എന്നിട്ട് മൂന്നാമത്തെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അത്രേ ഉള്ളൂ. നമുക്ക് രാഹുൽ ഈസ് ആൻ ആക്ടർ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കീവേഡ് ഇല്ലാണ്ട് വരെ നമ്മൾ എന്താ ഓൾ എന്ന കൺസെപ്റ്റ് എടുക്കുക. അപ്പൊ രാഹുൽ ഈസ് ആൻ ആക്ടർ എന്ന് വെച്ചാൽ ഓൾ രാഹുൽ ഈസ് ആൻ ആക്ടർ എന്നുള്ളതാണ്. ഇങ്ങനെ ആയിരിക്കും വരിക. സം ആക്ടേഴ്സ് ആർ സ്മാർട്ട്, ഇങ്ങനെ വെൻ ഡയഗ്രം വരയ്ക്കുക അല്ലെ. രാഹുൽ ഈസ് സ്മാർട്ട് എന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് രാഹുൽ ഈസ് സ്മാർട്ട് പറയാൻ പറ്റുമോ? ഇല്ല. ഇറ്റ്സ് എ പോസിബിലിറ്റി പറയാൻ പറ്റും, പക്ഷെ രാഹുൽ ഈസ് സ്മാർട്ട് എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഫസ്റ്റ് 1 അല്ല. ഓക്കെ, ആദ്യത്തെ 2 മാത്രം എടുക്കുകയാണെങ്കിൽ മൂന്നാമത്തെ കൺക്ലൂഷൻ ആയിട്ട് ഫോളോ ചെയ്യുന്നില്ല. 2 നോക്കുക, സം മെൻ ആർ സോൾജേഴ്സ്. ഓക്കെ, സം മെൻ ആർ സോൾജേഴ്സ്. ഓൾ സോൾജേഴ്സ് ആർ പാട്രിയോട്ടിക് എന്ന് പറയുന്നുണ്ട്. ഓൾ സോൾജേഴ്സ് ആർ പാട്രിയോട്ടിക്. ഇത് 2 സ്റ്റേറ്റ്മെന്റ് നമ്മൾ വെൻ ഡയഗ്രം വരച്ചു. സം മെൻ ആർ പാട്രിയോട്ടിക്. ഓക്കെ, നമ്മൾ മെന്നും പാട്രിയോട്ടിക് നോക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? സം റിലേഷനിൽ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത് ഓക്കെ ആണ്. ഫസ്റ്റ് 2 സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മൂന്നാമത്തെ കൺക്ലൂഷൻ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കുക, ഓൺലി ബി കിടപ്പുണ്ട്, പക്ഷെ ഓൺലി ഡി ആൻഡ് ബിയും കിടപ്പുണ്ട്. ABC എന്തായാലും വരില്ല അല്ലെ, കാരണം A വരുന്നില്ലല്ലോ. ABC എന്തായാലും വരത്തില്ല. ഓൺലി ഡിയും വരില്ല, കാരണം ബി എന്തായാലും കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഓൺലി ഡി ആൻഡ് ബി. നിങ്ങൾ സി നോക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഓപ്ഷൻ. ഓക്കെ, സി വരെ നോക്കി സമയം കളയണ്ട, നേരെ പോയി ഡി നോക്കുക. കാരണം ഓപ്ഷൻ എലിമിനേറ്റ് കൂടെ ചെയ്താൽ വേണ്ടി പഠിക്കുക. കാരണം വെറുതെ എല്ലാം കൂടെ നോക്കി സമയം കളയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം, ഓൾ ക്രിക്കറ്റേഴ്സ് ആർ അത്ലറ്റ്സ് വരയ്ക്കാം. സം മെൻ ആർ സോൾജേഴ്സ് എന്ന് പറയുന്നുണ്ട്, അത് വരയ്ക്കാം. ബന്ധമില്ലല്ലോ ഇവിടെ. സം മെൻ ആർ പാട്രിയോട്ടിക് എന്നാണ് പറഞ്ഞത്. ഇവരാരും മെൻ മാത്രമേ ഉള്ളൂ, പാട്രിയോട്ടിക് ഇവിടെ കിട്ടത്തൊന്നുമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും അതില്ല, റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. എനിവേ സി എന്തായാലും വരില്ല, ഡയറക്റ്റ് നമുക്ക് ഓപ്ഷൻ തന്നെ മനസ്സിലാകാൻ. ഡി കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡി ചിലപ്പോൾ ഉണ്ടെങ്കിൽ ആൻസർ ഓൺലി ഡി ആൻഡ് ബി വരാം. അതുകൊണ്ട് ഡി കൂടെ ചെക്ക് ചെയ്ത് നോക്കണം. ഓൾ ആക്ടേഴ്സ് ആർ ഹാൻസം. ഓക്കെ, ഓൾ ആക്ടേഴ്സ് ആർ ഹാൻസം. അമൻ ഈസ് നോട്ട് ആൻ ആക്ടർ. ഓക്കെ, അമൻ ഈസ് നോട്ട് ആൻ ആക്ടർ. ഓക്കെ, ഇത് ആക്ടറാണ്. അപ്പൊ അമനും ആക്ടറും തമ്മിലൊരു നോ റിലേഷൻ പറയുന്നുണ്ട് കേട്ടോ. അമൻ ഈസ് നോട്ട് ആൻ ആക്ടർ. അപ്പൊ അമൻ ഈസ് നോട്ട് ഹാൻസം എന്നാ പറയുന്നത്. ഇത് ആക്ച്വലി ഈ കീവേഡ് ഇല്ലെങ്കിൽ ഓളാ ഉദ്ദേശിക്കുന്നത്. ഓൾ അമൻ ഈസ് നോട്ട് ആക്ടർ, ഓൾ അമൻ ആക്ടർ അല്ല എന്നുള്ളത് പറയുന്നത്. ഓൾ അമൻ ഈസ് നോട്ട് ഹാൻസം എന്ന് പറഞ്ഞാൽ അമനും ഹാൻസം തമ്മിൽ നോ റിലേഷൻ വരാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അമനും ഹാൻസം തമ്മിൽ നോ റിലേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. ഹാൻസം അമൻ പോലെ സം ഹാൻസം ആർ നോട്ട് അമൻ എന്ന് പറയാൻ പറ്റും. ഓൾ അമൻ ആർ ഹാൻസം നോട്ട് ഹാൻസം എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ ഓൺലി ബി ആണ്. ഓൺലി ബി ആണ്. സിലോയിസം കൺസെപ്റ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സിലോയിസം പോലെ അല്ല കിടക്കുന്നെങ്കിലും ചെറിയ സിലോയിസം കൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ആൻസറിലേക്ക് പോകാൻ സാധിക്കും ഈ മോഡലൊക്കെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അതും ഒരു എന്താണ് കോഡിംഗ് ആണ്, ലെറ്റർ കോഡിംഗ് ആണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലെറ്റർ കോഡിങ്ങിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒന്ന് എടുത്ത് എഴുതി ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങൾ എടുത്ത് എഴുതി അതിന്റെ ലോജിക് കണ്ടുപിടിച്ച് ആൻസർ കണ്ടുപിടിക്കുക. ആൻസർ കണ്ടുപിടിച്ചതിന് ശേഷം എക്സ്പ്ലനേഷൻ കേൾക്കുക. അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് ആ ഒരു മെത്തേഡ് ഞാൻ ഫോളോ ചെയ്യാൻ പറയുന്നത്. അഭിമന്യുവിനാണ് അവർ കോഡ് ചെയ്തിരിക്കുന്നത്. കോഡ് ചെയ്യുന്നത് BAIJNBOUY.
ഓക്കെ, നമ്മൾ അത്യാവശ്യം നല്ലപോലെ ചെയ്ത് പഠിക്കുന്ന ഒരാളാണെങ്കിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഒരു പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഇവിടെ എയും ബിയും ദാ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇവിടെ യുവും വൈ ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന കാണാൻ സാധിക്കും. ഓക്കെ, ബാക്കി വശം വരുന്ന സമയത്ത് ഐ ഇവിടെ വരുന്നുണ്ട്, പക്ഷേ എച്ച് ജെ ആണ് വരുന്നത്. HIJ ഒരെണ്ണം കഴിഞ്ഞിട്ട് എ ബി ഇവിടെ എം ക്രോസ് ചെയ്തിട്ടില്ല, ഇവിടെയൊന്നും ക്രോസ് ചെയ്തിട്ടില്ല അല്ലെ. ലെറ്റേഴ്സിന് ചേഞ്ചും വരുന്നുണ്ട്. ഓക്കെ, ലെറ്റേഴ്സിന് ചേഞ്ചും വന്നിട്ടുണ്ട്. ലെറ്റേഴ്സിന് ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നിങ്ങൾ നോക്കുക, ഇപ്പം ആദ്യത്തെ 2 ലെറ്റേഴ്സും അവസാനത്തെ 2 ലെറ്റേഴ്സും ഓക്കെ, അത് രണ്ടും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ബാക്കിയുള്ള ലെറ്റേഴ്സിന് ചേഞ്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ HIJ MN AB NO എന്താണ്, എല്ലാ ലെറ്റേഴ്സും +1 പൊസിഷൻ മാറി വരുവാണ്. ഓക്കെ, അതായത് ഇതിനകത്ത് അവരെന്താ വെച്ച് കഴിഞ്ഞാൽ റീഅറേഞ്ച്മെന്റ് കോഡിങ്ങും ചെയ്തിട്ടുണ്ട്, പാരൽ കോഡിങ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു പാർട്ട് റീഅറേഞ്ച്മെന്റ് കോഡിങ് ചെയ്യാനും ഒരു പാർട്ട് പാരൽ കോഡിങ്ങിന് ഉപയോഗിച്ചു. അപ്പൊ നമുക്ക് ചോദിച്ചിരുന്ന വേർഡ് കർമ്മപുത്ര എന്നാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യത്തെയും അവസാനത്തെ 2 ലെറ്റേഴ്സ് അങ്ങ് മാറ്റി കളയാം. അവരെടുക്ക് എഴുതാൻ എളുപ്പമാണ്. കാരണം എന്താണ്, KN നമ്മൾ എന്തായിരിക്കും എഴുതുക, AK എന്നായിരിക്കും. RN നമ്മൾ എന്തായിരിക്കും എഴുതുക, AR എന്നായിരിക്കും. ഓക്കെ, AKയും ARഉം വരുന്ന ഒരൊറ്റ ആൻസറേ ഉള്ളൂ. കഴിഞ്ഞു, നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഓപ്ഷൻ D ആണ്. നോക്കാം, നമുക്ക് എങ്കിലും കൺഫേം ചെയ്ത് നോക്കാം. അപ്പൊ R കഴിഞ്ഞിട്ട് S, M കഴിഞ്ഞിട്ട് N, P കഴിഞ്ഞിട്ട് Q, U കഴിഞ്ഞിട്ട് V, T കഴിഞ്ഞിട്ട് U. SNQVU കറക്റ്റ് ആണ്. ഓക്കെ, പാറ്റേൺസ് ഒരുപാട് കണ്ട് ശീലമായവർക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല. ലെറ്റേഴ്സ് ഒക്കെ അത്യാവശ്യം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും. ടേബിളിന്റെ ആവശ്യം പോലും ഇല്ലാണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ലെറ്റേഴ്സ് ഒക്കെയാണ്. അത് സ്പീഡപ്പ് ആക്കി എടുക്കുക, ആ ലോജിക് കണ്ടുപിടിക്കാനുള്ള സ്പീഡ് എന്താക്കി എടുക്കുക, എങ്കിലേ നമുക്ക് എക്സാമിന് ഉപയോഗമാകത്തുള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് അസംഷന്റെ ക്വസ്റ്റൻ ആണ്. സ്റ്റേറ്റ്മെന്റ്സിന്റെ എന്തായാലും ക്വസ്റ്റൻ ഉണ്ടായിരിക്കും. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ എന്തായാലും ഉറപ്പായിട്ടും എക്സാമിന് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അത് അസംഷൻ ആകാം, കൺക്ലൂഷൻ ആകാം, കോഴ്സ് ഓഫ് ആക്ഷൻ ആകാം, എന്ത് വേണമെങ്കിലും ആകാം. എല്ലാ ടൈപ്പും നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം അസംഷൻ. ഞാൻ ജസ്റ്റ് അസംഷനെ കുറിച്ചൊരു കാര്യം പറഞ്ഞോട്ടെ. അസംഷൻ എന്താണെന്ന് എല്ലാവരും ഐഡിയ വെച്ചാണ് നിങ്ങൾ ചെയ്യാനായിട്ട്. അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, അസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പറയുന്ന ആളുടെ അസംഷനാണ്. സ്റ്റേറ്റ്മെന്റ് പറയുന്ന ആളുടെ അസംഷൻ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ. സ്റ്റേറ്റ്മെന്റ് പറയുന്ന ആൾ എന്തായിരിക്കും മനസ്സിൽ കണ്ടിട്ടുണ്ടാവുക, എന്ത് ഇംപ്ലിസിറ്റ് ചെയ്യാനായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ രീതിയിലാണ് പറയുന്നത്. ഈ ഇംപ്ലിസിറ്റ് എക്സ്പ്ലിസിറ്റ് ടേമിലാണെങ്കിൽ ഓപ്ഷൻ കിടക്കുന്നത്. നിങ്ങൾ നോക്കുക, ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ ഇംപ്ലിസിറ്റ് ആവുന്നു, ഫോളോ ചെയ്യുന്നു എന്നതിനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ അസംഷൻസ് ആണ് ഇംപ്ലിസിറ്റ് ആവുക, ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് തന്നെ. ഓക്കെ, നമ്മൾ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ പറയുന്ന ആളെ സൈഡിൽ നിന്ന് ആലോചിക്കുക. സ്റ്റേറ്റ്മെന്റ് പറയുന്ന ആൾ എന്ത് മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും, അത് മനസ്സിൽ വിചാരിച്ചു വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഇവിടെ നോക്കിയേ, സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇൻ ദ ലാസ്റ്റ് ഇയർ Pune University has launched a number of vocational courses for the better future of students. കഴിഞ്ഞ വർഷം പൂനെ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുന്നു, കുറച്ച് വൊക്കേഷണൽ കോഴ്സസ് എന്ത് ചെയ്യുന്നു, അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്തിനാ, സ്റ്റുഡൻസിന്റെ ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടി എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുകയാണ്. അസംഷൻ 1 വായിച്ചു നോക്കിയേ. പൂനെ യൂണിവേഴ്സിറ്റി ബിലീവ്സ് ദാറ്റ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ്സ് എ ബെറ്റർ ഫ്യൂച്ചർ ഫോർ സ്റ്റുഡൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ പൂനെ യൂണിവേഴ്സിറ്റി തന്നെയായിരിക്കും എന്ത് ചെയ്യാം, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഇയറിൽ പൂനെ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുന്ന ഒരു കോഴ്സ് അവര് ബെറ്റർ സ്റ്റുഡൻസിന്റെ ഫ്യൂച്ചറിന് ബെറ്റർ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്ന ഒരു കോഴ്സ് അവര് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു പറയുന്നുണ്ട്. അപ്പൊ പൂനെ യൂണിവേഴ്സിറ്റി ബിലീവ്സ് ദാറ്റ്, പൂനെ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ബിലീവ് ചെയ്യുന്നുണ്ട്, വിചാരിക്കുന്നുണ്ടായിരിക്കും എന്താണ്, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ്സ് എ ബെറ്റർ ഫ്യൂച്ചർ ഓഫ് സ്റ്റുഡൻസിന് ഒരു ബെറ്റർ ഫ്യൂച്ചർ കൊടുക്കാൻ എന്താണ് ഈ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ സഹായിക്കും. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ പൂനെ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂനെ യൂണിവേഴ്സിറ്റി ഉദ്ദേശിക്കുന്ന എന്ത് തന്നെയായിരിക്കും, ഇങ്ങനൊരു സംഭവം നമുക്ക് നടത്താൻ സാധിക്കും. അതുകൊണ്ടായിരിക്കില്ലേ പൂനെ യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് തന്നെ അല്ലേ. അപ്പോൾ അത് അസംഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇത് അസംഷനായിട്ട് കൺസിഡർ ചെയ്യാം. ഇംപ്ലിസിറ്റ് ആകുന്നുണ്ട് അവിടെ. ഓക്കെ, ഇവിടെ ഇംപ്ലിസിറ്റ് നമുക്ക് ഇതിനകത്ത് ഹിഡൻ മീനിങ് ആയിട്ട് എടുത്താലും മതി. ഹിഡൻ മീനിങ് എന്നുള്ള കൺസെപ്റ്റിൽ എടുക്കാറുണ്ട് പലരും. അപ്പോൾ പൂനെ യൂണിവേഴ്സിറ്റി ഒരു വൊക്കേഷണൽ കോഴ്സ് ലോഞ്ച് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും പൂനെ യൂണിവേഴ്സിറ്റി ബിലീവ് ചെയ്യുന്നുണ്ടായിരിക്കും എന്താണ്, സ്റ്റുഡൻസിനെ ബെറ്റർ ഫ്യൂച്ചറിൽ കൊണ്ടുവരാനായിട്ട് അവർക്ക് ഈ കോഴ്സ് കൊണ്ട് ഹെൽപ്പ് ആകും എന്ന് അവർ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അവർ ഉറപ്പായിട്ട് എന്താണ് ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് പറയാൻ കാരണം അല്ലെ. രണ്ടാമത് പറയുന്നത് പൂനെ യൂണിവേഴ്സിറ്റി ഈസ് കോൺഷ്യസ് അബൌട്ട് ദ ഫ്യൂച്ചർ ഓഫ് സ്റ്റുഡൻസ്. അതെ, പൂനെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് കോൺഷ്യസ് ആണ് അവര്. അതുകൊണ്ടായിരിക്കില്ല ഇങ്ങനെ ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം തന്നെ അവര് അല്ലെ. അവർ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പൊ അവർക്ക് ഉറപ്പായിട്ടും അവരുടെ ബെറ്റർ ഫ്യൂച്ചർ ആവശ്യമുണ്ട്, സ്റ്റുഡൻസിന്റെ ബെറ്റർ ഫ്യൂച്ചറൊക്കെ താല്പര്യമുണ്ട്, അവർക്കത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഉറപ്പായിട്ടും എന്ത് ചെയ്യാം അവർ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ രണ്ടാമത്തെ അസംഷൻ എന്താവുന്നുണ്ട്, ഇംപ്ലിസിറ്റ് ആവുന്നുണ്ട്. അപ്പൊ ബോത്ത് 1 and 2 ഇംപ്ലിസിറ്റ്, ബോത്ത് അസംഷൻ 1 and 2 ആർ ഇംപ്ലിസിറ്റ്. അതായിരിക്കും അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പൊ സ്റ്റേറ്റ്മെന്റ്സിന്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സ്റ്റേറ്റ്മെന്റ്സ് പലരും സ്കിപ്പ് ചെയ്യുന്ന ടോപ്പിക്കാണ്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇത് 2-3 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ട് വരും, ബാക്കിയുള്ളത് എളുപ്പമായിരിക്കും. ഓക്കെ. അപ്പൊ കൺസെപ്റ്റ് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ഓക്കെ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് നമ്മൾ പോവാണ്. ഇതൊരു പസിലിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് എപ്പോഴും റെയിൽവേ എക്സാമിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കാൻ മനസ്സിലാവും, SSC പോലെ അല്ല. ഓക്കെ, SSCയുടെ എന്താണ് ഒരു 75% SSC തന്നെയാണ്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ചില ബാങ്ക് റിലേറ്റഡ് ടോപ്പിക്കുകൾ ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുന്ന ടോപ്പിക്കാണ് പസിൽ എന്ന് പറയുന്നത്. കാരണം പസിലും സീറ്റിംഗ് അറേഞ്ച്മെന്റ് SSC എക്സാമിന് ചോദിക്കാറുണ്ടെങ്കിലും പസിൽ SSC എക്സാമിന് അങ്ങനെ അധികം ചോദിക്കാറില്ല. പക്ഷെ റെയിൽവേ എക്സാമിലേക്ക് വരുന്ന സമയത്ത് സീറ്റിംഗ് അറേഞ്ച്മെന്റും പസിലൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ കഴിഞ്ഞ വർഷം നടന്ന എക്സാമിൽ ചോദിച്ചൊരു പസിലിന്റെ ക്വസ്റ്റ്യൻ ആണിത്. നോക്കിയേ, 6 persons, സീമ, വൈഭവ്, അജയ്, മനീഷ, തൂലിക ആൻഡ് അനന്യ were born in 6 different states. അപ്പം 6 സ്റ്റേറ്റുകൾ അവരെന്ത് ചെയ്യുന്നു, ജനിക്കുന്ന പറയുന്നത്. നേവലി ആസാം, ഗുജറാത്ത്, മധ്യപ്രദേശ്, പഞ്ചാബ്, ബീഹാർ ആൻഡ് രാജസ്ഥാൻ. ബട്ട് നോട്ട് നെസസറി ഇൻ ദ സെയിം ഓർഡർ എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ഓർഡറിലൊന്നും അല്ല അവർ ജനിച്ചിരിക്കുന്നതാണ് പറയുന്നത്. They all play 6 different games, namely chess, football, hockey, ludo, badminton, cricket, but not necessarily in the same order. അതും നെസസറി ആയിട്ട് ഓർഡർ ഒന്നും അല്ല. അത്രയും പറഞ്ഞിട്ടുണ്ട്. അപ്പം അവര് 6 ആൾക്കാർ, 6 പേര് വരുന്ന സ്ഥലം, 6 ഗെയിംസ്. അപ്പം ഇത് 3 ഡേറ്റ വെച്ച് കമ്പൈൻ ചെയ്ത് ഒരു പസിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു ഡേറ്റ ഫിക്സ് ചെയ്യും. നോർമലി ഞാൻ ഫിക്സ് ചെയ്യുന്നത് ആൾക്കാരുടെ പേരാണ്. ആൾക്കാരുടെ പേര് ഫിക്സ് ചെയ്താണ് ചെയ്യുക. ഇപ്പൊ ഞാനിവിടെ ആൾക്കാരുടെ പേര് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് സീമ, ഫുൾ നെയിം എഴുതണമെന്നില്ല, വൈഭവ്, അജയ്, മനീഷ, തുലിക, അനന്യ. ഓക്കെ, 6 പേരെ ഞാൻ 6 പേരെ ഫിക്സ് ചെയ്തു. ഈ 6 പേരെ ഫിക്സ് ചെയ്തിട്ട് ഈ പറയുന്ന ഡേറ്റാസ് ഇതിനകത്തേക്ക് അറേഞ്ച് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുക. ഞാൻ ഡേറ്റ വായിച്ചു പോകുമ്പോൾ തന്നെ ചെയ്തു പോവുകയും വേണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫസ്റ്റ് വരുന്ന അനന്യ വാസ് ബോൺ ഇൻ ഗുജറാത്ത് ആൻഡ് ഷീ പ്ലേസ് ക്രിക്കറ്റ്. കംപ്ലീറ്റ് ഡേറ്റാസ് ഫിൽ ചെയ്ത് പോവാണ്. ഗുജറാത്ത് അതുപോലെ ക്രിക്കറ്റ് ആണ്. കംപ്ലീറ്റ് ഡേറ്റ ഫിൽ ആയിട്ടുണ്ട് അനന്യയുടെ. ഓക്കെ. അപ്പൊ ഞാൻ എന്ത് ചെയ്താൽ, നിങ്ങൾക്കിപ്പം പസിൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 ഡേറ്റയൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഡേറ്റ സ്കിപ്പ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഫൈനലി നിങ്ങൾ സ്കിപ്പ് ചെയ്ത് നോക്കിയാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഞാനിപ്പോൾ ഇവിടെ ഇതിനകത്ത് ഇപ്പോൾ ക്വസ്റ്റൻ കിടക്കുന്നതുകൊണ്ട് തന്നെ ഞാനൊന്ന് കട്ട് ചെയ്യുവാണ്. അപ്പോൾ ക്രിക്കറ്റ് പോയി കിട്ടി, അതുപോലെ തന്നെ ഗുജറാത്തും പോയി കിട്ടി. ഓക്കെ. നെക്സ്റ്റ് അവർ പറയുന്ന ഡേറ്റ നോക്കിയേ, അജയ് ഡസ് നോട്ട് പ്ലേ ചെസ് ഓർ ലൂഡോ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അജയ് ചെസ്സും ലൂഡോയും കളിക്കുന്നത് ഞാൻ ഇവിടെ നോട്ട് ചെയ്യുവാണ്. അപ്പുറത്ത് എഴുതാൻ പറ്റില്ല, അപ്പം ഞാൻ അതുകൊണ്ട് ഇവിടെ നോട്ട് ചെയ്യുകയാണ്. അജയ് ചെസ്സും ലൂഡോയും കളിക്കത്തില്ല. ഓക്കെ, ഞാൻ നോട്ട് ചെയ്തു. നെക്സ്റ്റ് പറയുന്ന ഡേറ്റ് എന്താണ്, ദ പേഴ്സൺ ഹു വാസ് ബോൺ ഇൻ ബീഹാർ പ്ലേസ് ഫുട്ബോൾ. ഓക്കെ, ബീഹാറിൽ ജനിച്ച ആൾ. അപ്പം ഞാൻ ഇങ്ങോട്ട് നോട്ട് ചെയ്യാം. ബീഹാറിൽ ജനിച്ച ആള് ഫുട്ബോൾ കളിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സീമ പ്ലേസ് ഹോക്കി. ഓക്കെ, സീമ ഹോക്കിയാണ് കളിക്കുന്നതെന്ന് പറയുന്നുണ്ട്. നമുക്കത് ഫില്ല് ചെയ്യാൻ പറ്റും. ഹോക്കി ഗെയിംസ് വരുന്നിടത്ത് തന്നെ അത് എഴുതി നോക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ ഓക്കെ സീമ പ്ലേസ് ഹോക്കി ആൻഡ് ഷി വാസ് നോട്ട് ബോൺ ഇൻ ആസാം ഓർ മധ്യപ്രദേശ്. സീമ ആസാമിലും വരില്ല, മധ്യപ്രദേശിലും വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ സൈഡിലോട്ട് നോട്ട് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് മനീഷ വാസ് ബോൺ ഇൻ രാജസ്ഥാൻ. മനീഷ രാജസ്ഥാനിലാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, മനീഷ രാജസ്ഥാനാണ്. ആൻഡ് ഷീ പ്ലേസ് ബാഡ്മിന്റൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാഡ്മിന്റൺ ആണ് കളിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബാഡ്മിന്റൺ. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഐഡന്റിഫൈ ദ സ്റ്റേറ്റ് ഇൻ വിച്ച് അജയ് വാസ് ബോൺ എന്നാണ് ചോദിക്കുന്നത്. അജയ് എവിടെയാണ് ജനിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആസാമും മധ്യപ്രദേശും കിടപ്പുണ്ട്. ആസാമും മധ്യപ്രദേശും വരുന്നുണ്ട്, അതുപോലെ ബീഹാറും ഫുട്ബോളും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്ഷനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മധ്യപ്രദേശ്, പഞ്ചാബ്, ബീഹാർ, ആസാം ഇത്രയും വരുന്നുണ്ട്. അപ്പൊ ചെസ്സും ലൂടെയും അജയ് കളിക്കാത്ത സ്ഥിതിക്ക് നിങ്ങൾ നോക്കിയേ, ചെസ്സും ലൂടെ അജയ് നമുക്കിനി ആകെ 3 പേരേ ഉള്ളൂ അല്ലെ. 1, 2, 3, 4 പേരുണ്ട്. അപ്പൊ അതിനകത്ത് ഇപ്പൊ 3 പേർക്ക് ഗെയിംസ് ആയി കഴിഞ്ഞു അല്ലെ. 3 പേർക്ക് ഗെയിംസ് ആയി കഴിഞ്ഞു. അപ്പോൾ സീമ ഹോക്കിയാണ്, അതുപോലെ മനീഷയോ ആരാണ്, മനീഷ ബാഡ്മിന്റൺ ആണ്, അനന്യ ക്രിക്കറ്റ് ആണ്. ബാക്കി 3 ഗെയിംസേ ഉള്ളൂ അല്ലെ. 3 ഗെയിംസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള 3 ഗെയിംസ് ഏതൊക്കെയാണ്? ഞാനിവിടെ ഇപ്പോൾ ഹോക്കിയും ക്രിക്കറ്റും ബാഡ്മിന്റണും കളയുവാണെങ്കിൽ ബാക്കിയുള്ളത് ഫുട്ബോള്, ലൂഡോ, ചെസ്. അതിൽ ചെസ്സും ലൂഡോയും അജയ് വരില്ല.
അപ്പോൾ അജയ് ഉറപ്പായിട്ട് എന്തായിരിക്കും ഫുട്ബോൾ ആയിരിക്കും കളിക്കുക അല്ലേ, കാരണം വേറെ 2 ഗെയിംസേ ഉള്ളൂ, അത് പറ്റത്തില്ല. അപ്പൊ പിന്നെ അജയ് വരുന്ന എവിടെ നിന്നായിരിക്കും? ബീഹാർ എന്നായിരിക്കും. ഓക്കെ, നമ്മുടെ ആൻസറിലേക്ക് പോകാൻ പറ്റുന്നുണ്ട് ബീഹാർ. ഓക്കെ, പസിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല കേട്ടോ. പസിൽ കംപ്ലീറ്റ് എല്ലാവരുടെയും ഡീറ്റെയിൽസിന് എഴുതണമെന്നൊന്നുമില്ല. കാരണം നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റൻ ആൻസർ മാത്രം കിട്ടിയാൽ മതി. ബാങ്ക് എക്സാമിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു പസിൽ വന്നിട്ട് ഫുൾ പസിലും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളൊരു 5 ക്വസ്റ്റിനൊക്കെ സബ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇവിടെ പിന്നെ അതിന്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ആൻസറിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പസിലിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. സീറ്റിംഗ് അറേഞ്ച്മെന്റും പസിലൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ ചെയ്ത് പഠിക്കണം, ചെയ്ത് പഠിച്ചാലേ കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടാണ് 1000 സീരീസിന്റെ ഫസ്റ്റ് പാർട്ട് എന്നുള്ള ഏരിയയിലേക്കാണ് നമ്മൾ പോയിരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്ടഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, പല ഷിഫ്റ്റുകളായിട്ട് ചോദിച്ച് കണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലെ ഒരു 1000 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഈ 1000 ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന അഡ്വാൻറ്റേജ് ഞാനൊന്ന് പറയാം. നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് പ്രീ വൈക്ക് ഇവിടെ ചെയ്യുവാണ്. ഓക്കെ, നിങ്ങൾ മാത്സിന്റെയും റീസണിങ്ങിന്റെയും ജിക്കെയുടെ എല്ലാത്തിനെയും പി വൈക്ക് 1000 സീരീസിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എല്ലായിടത്തും എല്ലാം കൂടെ 1000 അല്ല, ഓരോന്നും 1000 വെച്ചാൽ പോകുന്നത്. ഓക്കെ, അപ്പോൾ എത്രത്തോളം ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത കാര്യവും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ എക്സാമിന് പോകുമ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുന്നത് മനസ്സിലാക്കുക, ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇതിങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുക, ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്, ഇത് ചോദിച്ചിട്ടില്ല, പുതിയ ക്വസ്റ്റ്യൻ ആണ്, ഇത് നമ്മൾ ശ്രദ്ധിക്കണം എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. അപ്പം ഇതിന്റെ ബാക്കി സെക്കൻഡ് പാർട്ടുമായിട്ട് നമുക്ക് നെക്സ്റ്റ് കാണാം. ഓൾ ദി ബെസ്റ്റ്.